അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലട്ടറിൽ ഒരു ബേസിക് ആയിട്ട് ആപ്പ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതായത് നമ്മൾ മെയിൻ ഡോട്ട് ഡാറ്റിലെ പഴയ കോഡൊക്കെ കളഞ്ഞിട്ട്, അതായത് ഡീഫോൾട്ടായിട്ട് വരുന്ന കോഡ് കളഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കി അതിനെ നമ്മൾ റൺ ചെയ്തു. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, അത് കാണാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പുതിയ കണ്ടിട്ടുണ്ടായിരുന്നു. സ്കാഫോൾഡ്, നമ്മൾ മെറ്റീരിയൽ ആപ്പ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഫ്ലട്ടറിലെ എല്ലാ കാര്യങ്ങളും വിജറ്റുകളാണ്. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ, ഇതൊരു ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് കിടക്കുന്നത് ഒരു ആപ്പ് ബാറിലാണ്. ആപ്പ് ബാർ ഉണ്ട്, അത് നമ്മൾ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കാണാത്തത്. വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത്, ഇപ്പോൾ ആപ്പ് ബാറിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കളേഴ്സ് ഡോട്ട് റെഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതൊരു ആപ്പ് ബാർ ആണെന്നുള്ളത്. അങ്ങനെ അതൊരു വിജറ്റാണ്. ഈ ഒരു ടെക്സ്റ്റ് ഒരു വിജറ്റാണ്, ഈ ഒരു ടെക്സ്റ്റ്, അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ ഫ്ലട്ടറിൽ ഒരു വിജറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ എന്താ ശരിക്കും ഈ വിജറ്റ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആപ്പിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ STLES എന്ന് അടിച്ചിട്ട് ഓട്ടോ കംപ്ലീഷനിൽ ഒരു കോഡ് വന്നിട്ടൊക്കെ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഓട്ടോ കംപ്ലീഷനിൽ എന്താ വരുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് STLES എന്ന് അടിക്കണേ. നമ്മളെ ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തപ്പം ഇവിടെ മൈ വിജറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഇത് നടക്കണം എന്നുള്ളത് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ജസ്റ്റ് ഇൻട്രോയിൽ വിജറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് പേരുകൾ മാത്രം പഠിക്കാം. ഒന്ന് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ്, വേറൊന്ന് സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആണ്. അങ്ങനെ 2 ടൈപ്പ് വിജറ്റുകളാണ്, അതായത് നമ്മൾ ആപ്പിലെ കമ്പോണന്റുകൾ എന്ന് വിളിക്കാം. 2 ടൈപ്പാണ് ഉണ്ടായത്, ഒന്ന് സ്റ്റേറ്റ്ലെസ്സും മറ്റൊന്ന് സ്റ്റേറ്റ്ഫുൾ. ഇത് എന്താണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആയിരുന്നു. അതായത് നമ്മളെ ആപ്പിന് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കണ്ടോ, മൈ ആപ്പ് എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ലെസ് വിജറ്റ്. ഓക്കെ, അങ്ങനെ എല്ലാം സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആയിട്ട് ഇപ്പോൾ തൽക്കാലം കണക്കാക്കിയാൽ മതി. അങ്ങനെ ഒരു വിജറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കൊടുത്തൊരു പേരുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ മൈ ആപ്പ് എന്ന്, ഇതിപ്പോൾ തേങ്ങ എന്ന് കൊടുത്താണെങ്കിൽ തേങ്ങ എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ലെസ് വിജറ്റ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു പേര് എക്സ്റ്റെൻസ് എന്നിട്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇതിനകത്തൊരു കൺസ്ട്രക്ടർ, ഇതിൻ്റെ ഡീഫോൾട്ട് ആയിട്ട് കൺസ്ട്രക്ടർ ആണ്, ഇത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബിൽഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഓവർ റൈഡ് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഈ ഓവർ റൈഡും നമുക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിട്ട് പറയാം. അതിന് പകരം ഇതെന്താന്ന് നോക്കാം. ഇതൊരു ഫംഗ്ഷൻ ആണ്, ബിൽഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇൻപുട്ട് ആയിട്ട് എന്തെടുക്കുന്നുണ്ട്, ഒരു ബിൽഡ് കോണ്ടെക്സ്റ്റ്. ഇതൊന്നും നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ എന്തോ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നുണ്ട്, അത് മനസ്സിലായില്ല. എന്നിട്ട് അത് തിരിച്ച് തരുന്നുണ്ട്. ഈ തിരിച്ചു തരുന്ന സാധനത്തിന്റെ റിട്ടേൺ ടൈപ്പാണ് നമ്മൾ സാധാരണ ഇവിടെ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഡ് സം, ഇൻഡ് എ കോമ ഇൻഡ് ബി എന്നൊക്കെ നമ്മൾ സിയിൽ കൊടുക്കുക അല്ലേ. അതായത് ഈ ബിൽഡ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു തരേണ്ടത് എന്ത് ചെയ്യാണ്, ഒരു വിജറ്റിനെയാണ്. അതുകൊണ്ടാണ് വിജറ്റ് ബിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിജറ്റിനാണ് തിരിച്ചു കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ റിട്ടേൺ എടുത്തിട്ട് ഇതൊരു വിജറ്റാണ്, നമുക്ക് എന്തിനു വേണമെങ്കിലും തിരിച്ചു കൊടുക്കുക. ഇതൊരു ടെക്സ്റ്റ് എന്നുള്ളൊരു വിജറ്റാണ്. അങ്ങനെ കുറേ വിജറ്റുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിജറ്റാണ് നമ്മൾ നേരത്തെ കൊടുത്ത മെറ്റീരിയൽ ആപ്പ്. എല്ലാം വിജറ്റാണ് കേട്ടോ, ഇതൊക്കെ വിജറ്റാണ്, മെറ്റീരിയൽ ആപ്പ് ഒക്കെ വിജറ്റാണ്. അപ്പോൾ എന്തായി ശരിക്കും ഈ വിജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലട്ടറിൽ നമ്മൾ പറഞ്ഞു ആപ്പിനകത്തുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പം ഇതൊരു വിജറ്റാണ്, ഇത് ടെക്സ്റ്റ് കമ്പോണൻ്റ് ആണ്, പക്ഷെ അതൊരു വിജറ്റാണ്, എല്ലാം വിജറ്റാണ്. അപ്പോൾ ഇതിനെ കോഡിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു സാധനത്തിനെ കോഡിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഡാറ്റ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്പറാണ്, നമുക്ക് ഇൻറ്റിജറൊക്കെ വെക്കാം, പിന്നെ സ്ട്രിങ് ഉണ്ട്, അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പുകളുണ്ട്. അങ്ങനെ വിജറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് അല്ല. നമുക്ക് വിജറ്റിന് കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു കസ്റ്റം ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഫ്ലട്ടർ ഉണ്ടാക്കിയ ആൾക്കാർ, ഫ്ലട്ടർ എന്നുള്ള ലൈബ്രറി ഉണ്ടാക്കിയ ആൾക്കാർ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു വിജറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക, വിജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബേസിക്കലി എല്ലാ സാധനങ്ങളും ഫ്ലട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എപ്പോൾ വിജറ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ക്ലാസ് നമ്മളെ വിജറ്റിൻ്റെ പേര്, എക്സ്റ്റെൻസ്, എന്നിട്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉണ്ട്, സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ഉണ്ട്. സ്റ്റേറ്റ്ഫുൾ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല, അതുകൊണ്ട് അത് മൈൻഡ് ആക്കണം, സ്റ്റേറ്റ്ലെസ്സിൻ്റെ മതി. എന്നിട്ട് ഈ ബിൽഡ് ഫംഗ്ഷന് ഒരു വിജറ്റിനെ റിട്ടേൺ ചെയ്യും. അതാണ് ശരിക്കും നമ്മൾ സ്ക്രീനിലേക്ക് കാണിക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മൈ ആപ്പ് എന്നുള്ള ഈ ഒരു വിജറ്റ് നമ്മൾ ഉണ്ടാക്കിയ വിജറ്റാണ്. ഓക്കെ, അത് തിരിച്ചു തരുന്നത് ഒരു മെറ്റീരിയൽ ആപ്പ് എന്നുള്ള ഒരു വിജറ്റിനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആപ്പ് മൊത്തമായിട്ട് ഇങ്ങനെ കാണിക്കണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഒഴിവാക്കാണ്. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു വിജറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, വിജറ്റിന് ഉണ്ടാക്കി STLES എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ മൈ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ജസ്റ്റ് നമ്മളൊരു പേര് കൊടുത്താണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഒരു വിജറ്റ് എന്താ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വിജറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റേറ്റ്ലെസ് സ്റ്റേറ്റ്ഫുൾ ഉണ്ട്. നമ്മളിപ്പം ഡീഫോൾട്ട് ആയിട്ട് സ്റ്റേറ്റ്ലെസ് വെച്ച് മാത്രമേ കളിക്കുള്ളൂ, അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്ലെസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ വിജറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്
എക്സ്റ്റൻസ് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം വിജറ്റ് ആയിട്ട് മാറുന്നത്. ഇനി അത് എങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത് എന്നുള്ള തീരുമാനിക്കുന്നത് ഈ ബിൽഡ് ഫംഗ്ഷൻ ആണ്. സ്പെഷ്യലി ഈ ബിൽഡ് ഫംഗ്ഷൻ എന്തിനാണോ തിരിച്ചു തരുന്നത്, അതായത് ഇതൊരു വിജറ്റിനാണ് തിരിച്ചു തരിക, ആ തിരിച്ചു തരുന്ന സാധനത്തിന് വെച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു വിചാരിച്ചു, എന്നിട്ട് ഞാൻ ഒലക്കാന്ന് കൊടുത്തു വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു വിജറ്റ് എന്തിനാ കാണിക്കുക, ഒരു ഒലക്കാന്നുള്ള ടെക്സ്റ്റിനെയാണ് കാണിക്കുക. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഞാൻ നമ്മുടെ ആപ്പിന്റെ ബോഡിയിൽ വന്നിട്ട് മൈ ടെക്സ്റ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഒലക്കാന്ന് കാണുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എവിടെയും ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ എന്താ ഒലക്കാന്ന് വന്നിട്ടുണ്ട്. എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ മൈ ടെക്സ്റ്റ് എന്ന് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വിജറ്റിന്റെ കോഡാണ് വർക്ക് ആവുക. അതിൽ തന്നെ നമ്മുടെ ഈ ബിൽഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത്, അതായത് ഇതിപ്പോൾ ടെക്സ്റ്റ് ആണ് തരുന്നത്, അതിനെ അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ബോർഡിനകത്ത് ആ ടെക്സ്റ്റ് കാണിക്കും. അങ്ങനെയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് ഒരുപാട് വിജറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വിജറ്റ് എന്താണെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അതായത് നിങ്ങൾ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ആ ക്ലാസ് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആവാം, അല്ലെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആവാം. സ്റ്റേറ്റ്ഫുൾ എന്നാൽ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി പറയാത്തത്. എന്നിട്ട് അതിനകത്ത് പിന്നെ ഒരു കൺസ്ട്രക്ടറും കാര്യങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ വേണ്ടി ചെയ്യേണ്ട. നമ്മൾ പിന്നെ ആകെ നോക്കി ഇതാണ് ഏത് ഈ ബിൽഡ് എന്നുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന് തിരിച്ചു തരുന്നത് ഒരു വിജറ്റിനെയാണ്. ഓക്കെ, അപ്പം ഈ തിരിച്ചു തരുന്ന സാധനത്തിനെ വെച്ചിട്ടാണ് നമ്മളെ ആ ഒരു കമ്പോണന്റ് അല്ലെ ആ ഒരു വിജറ്റ് ഉണ്ടായി വരുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിജറ്റിന് ഉപയോഗിച്ച സ്ഥലത്ത് ആ ടെക്സ്റ്റ് ആണ് കാണിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് കമ്പോണൻസ് ഇനിയുണ്ട് കേട്ടോ, അല്ലെ ഒരുപാട് വിജറ്റുകൾ ഇനിയുണ്ട്, ടെക്സ്റ്റ് മാത്രമൊന്നുമല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ പറഞ്ഞു. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് കണക്കാണ്, ഡീഫോൾട്ട് ആയിട്ട് ഒരു പ്ലേസ് ഹോൾഡർ എന്നുള്ള സാധനമാണ് വരാറ്. ഓക്കെ, ഇതാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇതൊരു വിജറ്റാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പല വിജറ്റുകൾ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളൊരു വിജറ്റ് ഉണ്ടാക്കുമ്പോൾ വിജറ്റുകൾ രണ്ട് ടൈപ്പാണുള്ളത്, സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുള്ളും. അതിൽ സ്റ്റേറ്റ്ലെസ് മാത്രം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. സ്റ്റേറ്റ്ലെസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ് എക്സ്റ്റൻസ് സ്റ്റേറ്റസ് വിജറ്റ് എന്ന് കൊടുക്കും, പിന്നെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഒരു ബിൽഡ് ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത ഈ ഫംഗ്ഷൻ ഒരു വിജറ്റിനാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കണം, ഒരു വിജറ്റിനെ കൊടുക്കണം. അപ്പോൾ ആ വിജറ്റ് നമുക്ക് പല സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പല സാധനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ ആപ്പിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ആയിരുന്നു അതിനകത്ത് റിട്ടേൺ കൊടുത്തത്. മെറ്റീരിയൽ ആപ്പ് ഒരു വിജറ്റാണ്, എല്ലാ സാധനങ്ങളും ഫ്ലട്ടറിൽ ഒരു വിജറ്റാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സ്ട്രാ വിജറ്റുകളെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ആപ്പ് ബാർ ഒക്കെ ഒഴിവാക്കാണ്, ജസ്റ്റ് സ്കാഫോൾഡ് മാത്രം മതി. അപ്പോൾ ആപ്പ് ബാർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹലോ എന്തായി നിൽക്കും, മേലെ കയറി നിൽക്കും. നമ്മളെ ടെക്സ്റ്റിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടൈമിൻ്റെ ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ. ഓക്കെ, അത് നമുക്ക് കയറി നിൽക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ വിജറ്റിനെ പരിചയപ്പെടാം. ആ വിജറ്റിൻ്റെ പേരാണ് ഇത്, ഞാൻ ഒഴിവാക്കാണേ. എന്നിട്ട് ബോർഡിനകത്ത് ഞാൻ സേഫ് ഏരിയ എന്നുള്ളൊരു വിജറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അധിക വിജറ്റുകൾക്കും ചൈൽഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. ചൈൽഡ് പ്രോപ്പർട്ടീൻ്റെ മീനിങ് എന്താ വെച്ചാൽ ആ വിജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ വിജറ്റിനെ കൊടുക്കാൻ പറ്റും. അതായത് ഈ സേഫ് ഏരിയൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനെ കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് വിജറ്റിന് നമ്മൾ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സേഫ് ഏരിയൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ ചില ഫോണുകൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ ഉണ്ട്, ചിലതിന് നോച്ച് ഉണ്ടാവും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്പേസിനാണ് നമ്മൾ സേഫ് ഏരിയ എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ കയറി നിൽക്കണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം സേഫ് ഏരിയ പോലത്തെ പല വിജറ്റുകളുടെയും പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ വിജറ്റിനെ കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ സേഫ് ഏരിയൻ്റെ അകത്ത് ടെക്സ്റ്റിനെ കൊടുക്കണമെങ്കിൽ ചൈൽഡ് എന്നുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഈ ചൈൽഡ് എന്നുള്ള പ്രോപ്പർട്ടി ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ, സേഫ് ഏരിയ മാത്രമല്ല. അപ്പോൾ വേറൊരു വിജറ്റിനെ പരിചയപ്പെടാം, സെൻറ്റർ എന്നുള്ള വിജറ്റ്. അതിനും ചൈൽഡ് തന്നെയാണ് പ്രോപ്പർട്ടി. ഇപ്പോൾ സെൻറ്ററിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നടുവിൽ നിന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിനെ നടുവിലാക്കണമെങ്കിൽ സെൻറ്റർ ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആപ്പ് ബാർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വേണമെങ്കിൽ ആപ്പ് ബാർ കൊടുക്കാം. ആപ്പ് ബാർ ഉണ്ട്, ആപ്പ് ബാർ കാണാത്ത എന്താ വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കളർ കൊടുക്കാം, കളേഴ്സ് ഡോട്ട് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ കൊടുക്കാം. സെൻറ്റർ എന്നുള്ളൊരു വിജറ്റ് ഉണ്ട്. ഇനി നമ്മൾ ആപ്പ് ബാർ ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് നേരത്തെ ആ ഇഷ്യൂ, അതായത് നോട്ടിഫിക്കേഷൻ ഏരിയയിൽ കയറി നിൽക്കണ ഇഷ്യൂ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സേഫ് ഏരിയ എന്നുള്ള വിജറ്റ് കൊടുത്താൽ മതി. സേഫ് ഏരിയൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളെ നോച്ചുള്ള ഫോണുകൾ അല്ലെങ്കിൽ നമ്മളെ നോട്ടിഫിക്കേഷൻ ഏരിയൻ്റെ ആ സ്പേസ് കഴിഞ്ഞിട്ടുള്ള സ്പേസിലാണ് സാധനത്തിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ ഈ രണ്ട് വിജറ്റുകൾ, അതായത് നമ്മുടെ സേഫ് ഏരിയനകത്താണെങ്കിലും അതേപോലെ തന്നെ സെൻറ്ററിനകത്താണെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു വിജറ്റിനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ചൈൽഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഏകദേശം എല്ലാ വിജറ്റുകൾക്കും ചൈൽഡ് അല്ലെ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് രണ്ട് വിജറ്റുകൾക്ക് ഇൻട്രോ തന്നതാണ്. ഒരുപാട് വിജറ്റുകൾ ഫ്ലട്ടറിലുണ്ട്, നമുക്ക് ഓരോന്നും
പയ്യെ പയ്യെ പഠിക്കാം. നിങ്ങൾ ഇപ്പോൾ ഇത്ര അറിയേണ്ടുള്ളൂ. ആദ്യം വിജറ്റ് എന്താന്നുള്ള കൺസെപ്റ്റ്, അതായത് ഫ്ലട്ടറിലെ എല്ലാ സാധനങ്ങളും നമ്മൾ വിജറ്റുകളാണ് പറയുമ്പോൾ ഈ വിജറ്റ് എന്താന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഒന്നുമില്ല, നമ്മൾ ഓരോ കമ്പോണൻസിനെ നമ്മൾ ഫ്ലട്ടറിൽ കോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വിജറ്റ് എന്നുള്ളൊരു ക്ലാസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. വിജറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റേറ്റ്ലെസ്സും ഉണ്ട്, സ്റ്റേറ്റ്ഫുള്ളും ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റേറ്റ്ലെസ് മാത്രമേ പറയുന്നുള്ളൂ, സ്റ്റേറ്റ്ഫുൾ നമുക്ക് പഠിക്കാം. ഈ സ്റ്റേറ്റ്ലെസ് വിജറ്റിനെ ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ കോഡ് മാനുവലി ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് STLES എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീഷൻ വരും. എന്നിട്ട് നമുക്ക് നമ്മളെ വിജറ്റിന്റെ പേര് എക്സ്റ്റൻസ് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് കൊടുത്തിട്ട് സാധനം സെറ്റ് ചെയ്യാം. പിന്നെ അതിൽ ബിൽഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ, ഇതൊരു വിജറ്റിനാണ് നമുക്ക് തിരിച്ചു തരിക. അപ്പോൾ ഇതിന്റെ റിട്ടേൺ അകത്ത് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അതാണ് ഈ ഒരു ടോട്ടൽ വിജറ്റ് ശരിക്കും തിരിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ സ്വന്തമായിട്ട് ഒരു വിജറ്റ് ഉണ്ടാക്കുന്ന പഠിച്ചു. അതേപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് സേഫ് ഏരിയ, അതേപോലെ തന്നെ സെന്റർ, ഈ 2 വിജറ്റുകൾ പഠിച്ചു. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇനി കുറേ വിജറ്റുകൾ ഉണ്ട്. എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിജറ്റുകളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.